മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വേനൽ മഴ ശക്തമാകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. അതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ നേരിയ കുറവുണ്ടായി. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, സംസ്ഥാനത്ത് അതികഠിനമായ ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ ദിവസങ്ങളിൽ വേനൽമഴ സംസ്ഥാനത്ത് സജീവമാകും. പ്രത്യേകിച്ച് ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ വേനൽമഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്, അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ 7 ജില്ലകളിൽ ഉണ്ടാകാൻ സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 7 ജില്ലകളിൽ മറ്റന്നാളും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, ആ നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ വേനൽമഴ സംസ്ഥാനത്ത് ഇന്നലെയുമൊക്കെ പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിന്റെ തോത് അതിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ബുധനാഴ്ച മൊത്തം വൈദ്യുതി ഉപയോഗം 112.71 ദശലക്ഷം യൂണിറ്റായി കുറഞ്ഞു. അത് ഏതാണ്ട് 3 ദശലക്ഷം യൂണിറ്റിന്റെ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയായിട്ട് 5700 മെഗാവാട്ടായി എന്നുള്ളതും KEB അറിയിക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ്, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.